السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വിദ്യയുടെ വേര് കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരിക്കുന്നതാണ് എന്ന അരിസ്റ്റോട്ടിലിൻ്റെ ചിന്തയോടെ ഞാൻ തുടങ്ങട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, നമ്മൾ താല്പര്യം വെച്ചൊരു കാര്യത്തെ സമൂഹം നെഗറ്റീവായി എടുക്കലാണ് സമൂഹത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു വലിയ മരച്ചുവട്ടിൽ കുറേ തവളകൾ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരു തവളക്ക് പോലും ആ വലിയ മരം കടക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ഉച്ചിയിലെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു തവള മാത്രം പാഞ്ഞ് കയറി ആ കൂട്ടത്തിലേക്കൊന്നും നോക്കാതെ ആ മരത്തിൻ്റെ ഉച്ചിയിലെത്തുകയാണ്. മറ്റാർക്കും സാധിക്കാത്ത ഈ കാര്യം ആ തവളക്ക് സാധിച്ചതിന് ഒരു കാര്യമുണ്ട്: ആ തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു. നമ്മളെ കളിയാക്കിയവരെയും നെഗറ്റീവ് അടിച്ചവരെയും മെയിൻറ്റ് ചെയ്യാതെ പോസിറ്റീവ് എനർജി കൊടുക്കുന്നതാണ് സമൂഹത്തിലുണ്ടാവേണ്ടത്. നമ്മുടെ ബദറുസ്താദ് തങ്ങളുസ്താദ് അറിയാം, പ്രസംഗം പറയാൻ വേണ്ടി അവിടുന്ന് സാധിക്കാത്തത് കൊണ്ട് ഒരു വാഗ്മിയെ, പ്രസംഗത്തിനുള്ളൊരു വാഗ്മിയെ തങ്ങളുസ്താദ് പോയി കാണുകയാണ്. അതൊരു ട്രെയിനിൽ വെച്ചാണ് സംഭവം. അങ്ങനെ അതിന് മുമ്പ് നടന്ന ഒരു പരിപാടിയിൽ തങ്ങളുസ്താദിനാണ് സ്വാഗത പ്രഭാഷണം ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ ഉസ്താദ് ആ വാഗ്മിയോട് ചോദിച്ച്, എൻ്റെ പ്രസംഗം എനിക്ക് ഉഷാറാക്കണം, അതെങ്ങനെയാണ്? അപ്പോൾ ആ വാഗ്മി പറഞ്ഞത്, നിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു, അത് ഒരു നല്ല പ്രസംഗമാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, വളരെ മികച്ചതാണത് എന്നൊരു പോസിറ്റീവ് എനർജി കൊണ്ടാണ് ഇന്ന് വിവിധ തര ഉച്ചകോടികളും മതസൗഹാർദ്ദ ചർച്ചകളിലേക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏഷ്യയെ തന്നെ പരിചരിച്ചുകൊണ്ട് തങ്ങളുസ്താദ് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ എലോൺ മസ്ക്, അദ്ദേഹത്തിൻ്റെ ആ ജീവിതം എടുത്തു നോക്കിയാൽ കാണാം, അദ്ദേഹം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ താല്പര്യപ്പെടുകയും ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് എലോൺ മസ്കിന് ഇന്നത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അത് ഉന്നതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. നാസ പോലും അദ്ദേഹത്തിൻ്റെ പേടകങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്, നമുക്കറിയാമല്ലോ. ചൈനയിലൊരു മുളയുണ്ട്, അതിൻ്റെ പേര് മൊസാംബാമ്പു എന്നാണ്. ഈ മുളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മുള 5 വർഷം എന്താവും, മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോവും. പിന്നീട് ഒരു ദ്രുതഗതിയിൽ പെട്ടെന്ന് ഒരു കൂമ്പാരം പോലെ മേലേക്ക് പെട്ടെന്ന് ഉയർന്നു വരും. അതാണ് ഇതിൻ്റെ സവിശേഷത. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, വേരുകൾക്ക് കയ്പ്പാണ്. ഇപ്പം നമ്മൾ വിദ്യ നുകരുമ്പോൾ അത് കയ്പ്പായിട്ടേ നുകരാൻ നമുക്ക് കഴിയുള്ളൂ. പല പ്രതിസന്ധികളും ഉണ്ടാകും നമുക്ക്. അത് കയ്പ്പായി നുകർന്ന് അടിയിലേക്ക് പോയി പിന്നീട് നമ്മൾ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാര, ഒരു മൊസാംബാമ്പുവെ പോലെ ഉയർന്നു നിൽക്കുന്നതാണ്. ഒരു കവി പറയുന്നുണ്ട്, ജീവിതമെന്നൊരു പാഠം, പഠിച്ചു തീരാ പാഠം, പഠിച്ചു തീരുമ്പോഴേക്കും ജീവിതം ഉരുളിപ്പോകും. ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും പഠനം അവസാനിക്കുന്നില്ല, എപ്പോഴും പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്.
നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിക്കുമെന്നാണ് ശാസ്ത്രം വരെ പറയുന്നത്. ഇതിന് കാരണമുണ്ട്. നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നല്ല ആഗ്രഹിച്ചാൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും, അതിനുവേണ്ടി ഒരു പരിശീലനം നടത്തും, ആ സബ്ജക്റ്റ് പഠിക്കും. അങ്ങനെ പഠിച്ച് നമ്മളെ കമ്പേഷൻ കൊണ്ട് പഠിച്ചാണ് അത് നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായി തീരുകയും നമുക്കത് സാധിച്ചെടുക്കാനും കഴിയും. നേരത്തെ മുമ്പ് ഒരാൾ പറഞ്ഞു ഹിമാലയ കയറിയ ഒരു വികലാംഗയെക്കുറിച്ച്. എന്താണ്? ഇറ്റ്സ് എ പാഷൻ. നമ്മളെ താല്പര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി നമ്മളെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ജീവിതം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ മോട്ടിവേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.